പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലൂടെയാണ് നാം ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും ഈ മാസത്തിലാണ് ഉണ്ടായത്. അപ്പോൾ പൊതുവെ എല്ലാവർക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണോ നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ഈ മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരുമായിട്ടുള്ള ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നമ്മൾ ആഘോഷിക്കുകയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് ഇസ്ലാമിൽ നമ്മൾ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വീട്ടിലുള്ളവരൊക്കെ അട്ടഹസിക്കുകയും അതുപോലെ തന്നെ കരയുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇസ്ലാമിൽ അട്ടഹസിക്കാനോ അല്ലെങ്കിൽ അലമുറയിട്ട് കരയാനോ യാതൊരുവിധ നിർവാഹവുമില്ല. അത് അനുവദനീയമായ കാര്യവുമല്ല. അതുപോലെ തന്നെ ദുഃഖാചരണം ഏറി വന്നാലിപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് 3 ദിവസം മാത്രമാണ് ദുഃഖിച്ചിരിക്കാൻ നിർവാഹമുള്ളൂ. അതിനുശേഷം ദുഃഖിച്ചിരിക്കേണ്ട കാര്യം ഇല്ല. എല്ലാവർക്കും മരണം വരും എന്നുള്ള പൊതുവായിട്ടുള്ള തത്വം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്ന നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മരണമല്ല ആഘോഷിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തല്ല ആഘോഷിക്കുന്നത്, ജനനമാണ് ആഘോഷിക്കുന്നത് എന്ന് ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അതുപോലെ തന്നെ താബിഈങ്ങളും ഒന്നും ആഘോഷിക്കാത്ത കാര്യമാണോ നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ട്. ഈ ലക്ഷക്കണക്കിനായ സ്വഹാബത്തുകൾക്കിടെ എല്ലാവരുടെയും ജീവിത ചരിത്രവും അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിത രീതികളുമെല്ലാം പഠിച്ചവരൊന്നുമല്ല ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളുകളൊന്നും. അതായത് ലക്ഷക്കണക്കിനായ ആളുകൾ സ്വഹാബത്തുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത്, അവർ മൗലിദ് ആഘോഷിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ അവർ സന്തോഷിച്ചിരുന്നു, ആ മാസം വരുമ്പോൾ സന്തോഷം പ്രത്യേകം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ ഓരോ സഹാബിയെയും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതം പഠിച്ചവരാരും ഇന്ന് നിലവിൽ കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞില്ല, അവർ ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എൻ്റെ അറിവിലും ശ്രദ്ധയിലും അക്കാര്യം പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ ദയവ് ചെയ്ത് പറയേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ജന്മദിനം ആഘോഷിക്കാമോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞുപോയ നബിയാണ് ആദം നബി അലൈഹിസ്സലാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് വെള്ളിയാഴ്ച. നാം എല്ലാവരും വെള്ളിയാഴ്ച ഒരു പെരുന്നാൾ പോലെ എല്ലാ ആഴ്ചയിലും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച പ്രത്യേകം സുന്നത്ത് നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അസം ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം 300 താബിഈങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ബദറിൽ അടക്കം പങ്കെടുത്ത സ്വഹാബത്തിൻ്റെ കൂടെയും സമയം ചെലവഴിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണമുണ്ടായാലും പ്രവാചകരുടെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാനും അതുപോലെ തന്നെ മൗലൂദ് പറയാനും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. അത് അവർക്ക് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണോ കൊണ്ടാടാൻ സാധിച്ചിരുന്നത് ആ രൂപത്തിൽ അവർ കൊണ്ടാടിയിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും വേണ്ട. ഖിയാമത്ത് നാളോളം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയലും പാടലും അതുപോലെ തന്നെ നബിദിനം കഴിക്കലും ഒക്കെ ഈ ഭൂമി എന്നാണോ അവസാനിക്കുന്നത് അതുവരെ ഉണ്ടാകും. ആർക്കും ഇതിൽ ഒരു വെപ്രാളവും വേണ്ട. വെപ്രാളപ്പെട്ടവൻ ആരാണ്? അവൻ പിശാചിൻ്റെ കൂട്ടുകാരനാണ് എന്ന് മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.